പ്രൈസ് ലോർഡ്. കൃപയ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഏവർക്കും വീണ്ടും വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവെ പ്രിയരെ, ഇന്നത്തെ വചന സന്ദേശത്തിന് വേണ്ടി എനിക്ക് ദൈവമായ കർത്താവ് തന്നിയ ഒരു വചനം വായിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന ഹൗക്കൂക്ക് പ്രവചനം 2:3. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ള ദർശനത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ദർശനമില്ലാത്ത ആരുമില്ല. ദർശനം എല്ലാം ദൈവമക്കൾക്കും ദൈവമായ കർത്താവ് മേഖല ദർശനം തരാറുണ്ട്. അതായത് നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഹല്ലേലൂയ പ്രതികൂലമാകുന്ന അവസ്ഥയെ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ, അതായത് കഷ്ടതകൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുവാനിടയാകും. നാം തളർന്നു പോകുന്നവരായി തീരുവാനിടെ ചില പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവമായ എന്നാൽ ഈ സമയത്ത് കർത്താവായ ദൈവം നമ്മളെ ഉണർത്തുന്നത് ദർശനത്തിൽ കൂടിയും ദൈവീയ വെളിപ്പാടുകൂടിയും വചനത്തിൽ കൂടെയും ഒരു പാട്ടിൻ്റെ 2 ഈരടികൾ തന്നൊക്കെ ദൈവമായ കർത്താവ് നമ്മൾ ഉണർത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്ക് കേട്ട് ഏലിയാവ് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി കിടക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടെ സ്വർഗീയ ദൂതൻ കടന്നു വന്ന് ഉണർത്തുന്ന അവസ്ഥ. ദൈവമക്കളെ, അതുപോലെ നമ്മളെ ഉണർത്തുന്നത് നമുക്ക് തരുന്ന ഈ ദർശനത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും പാട്ടുകളിൽ കൂടിയാണ്. ദൈവമായ കർത്താവ് നമ്മളെ ഏത് സമയം ആത്മീയമായി നിലനിർത്തിക്കൊണ്ടിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഹല്ലേലൂയ കഷ്ടകാലത്ത് മാത്രമല്ല ദൈവ ദർശനം തരുന്നത്. നമ്മൾ കഷ്ടത്തിൽ കൂടി പോകുമ്പോൾ മാത്രമല്ല നമുക്ക് ദൈവമായ കർത്താവിൻ്റെ ശക്തി, അതായത് ഇങ്ങനെയുള്ള ദർശനങ്ങളോ വെളിപ്പാട് ലഭിക്കുന്നത്. നല്ല കാലത്ത് നമുക്ക് ദർശനം വെളിപ്പാട് ലഭിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിലേക്ക് വരുമ്പോൾ നല്ല കാലത്ത്, സമാന സന്തോഷമുള്ള ഒരു കാലത്ത് ഹല്ലേലൂയ ജോസഫിന് ദർശനം ലഭിക്കാനിടയായി. സ്തോത്ര. ഹല്ലേലൂയ. ആ ദർശനം എന്തായിരുന്നു? അതായത് ആ ജോസഫിന്, ആ കുടുംബത്തിൽ സന്തോഷം, അതായത് പിതാവിന് വാർദ്ധക്യത്തിലുണ്ടായ മകനായതുകൊണ്ട് ആ മകനെ വളരെ സ്നേഹിച്ചിരുന്നു. അതുപോലെ സഹോദരങ്ങൾ, നമുക്ക് ആ ജോസഫ് കണ്ട സ്വപ്നം എന്തായിരുന്നു? ദൈവത്തിന് സ്തോത്രം. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ കറ്റ നിവർന്നു നിൽക്കുകയും നിങ്ങളുടെ കറ്റ വന്ന് എന്നെ നമസ്കരിക്കുകയും ചെയ്യുന്നു. വീണ്ടും പറയുന്നു ഹല്ലേലൂയ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ നമസ്കരിക്കുന്നു. മകനെ വളരെയധികം സ്നേഹിച്ചിരുന്ന പിതാവ് പോലും ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ഇവനെ നമസ്കരിക്കേണ്ടി വരുമോ? ആ പിതാവിൻ്റെ ഉള്ളിലും കൂടെ ആ ചിന്ത വന്നു. നോക്ക് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുവാനിടയായി. സ്തോത്ര ഹല്ലേലൂയ. അസൂയ സഹോദരന്മാർ ഇവനെ നശിപ്പിക്കുവാനായിട്ട് പ്ലാനും പദ്ധതിയും ഒരുക്കി. പ്രിയരെ സ്തോത്ര, ഇന്ന് വൽക്കാലം നാം മനസ്സിലാക്കണം, നല്ല കാലത്തും ദൈവം നമുക്ക് ദർശനം തരുവാനിടയാകും. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതായത് അവിടെ ജോസഫ് സന്തോഷത്തോടെ ആയിരുന്ന സമയത്ത് കിട്ടിയ ദർശനമാണ് അവനെ കഷ്ടതയിലേക്ക് നയിപ്പാനിടയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനെ നശിപ്പിച്ചു കളയുവാൻ അവനെ പ്ലാനും പദ്ധതി ഒരുക്കുന്നു. പ്രിയരെ, നമുക്ക് ദൈവമായ കർത്താവ് എന്തെങ്കിലും ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനം നമുക്ക് ദൈവഗതമല്ലാത്ത വ്യക്തികളോട് നമ്മൾ പറയരുത്. നമ്മളോട് കരുതുന്നവരെ, നമുക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് നമ്മൾ ദർശനങ്ങൾ, നമുക്ക് ലഭിച്ച ദർശനങ്ങൾ എന്തെങ്കിലും വരുവാൻ നന്മയായിട്ട് തിന്മയായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പറയാവുള്ളൂ. കാരണം അതല്ല നമ്മളെ വളരെ കഷ്ടത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചും കാണുവാൻ സാധിക്കുന്നു. നോക്ക്, ആ സഹോദരന്മാർക്ക് ഭക്ഷണവുമായി കടന്നു പോയ ജോസഫിനെ സഹോദരന്മാർ കൂടി ആലോചിക്കുകയാണ് അവനെ നശിപ്പിക്കുക. അതാ വരുന്നു സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ നശിപ്പിക്കുക, അവനെ ജീവഹാനി വരുത്തുക നോക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ രൂപൻ എന്ന സഹോദരൻ മാത്രം പറഞ്ഞു, അവന് ജീവഹാനി വരുത്തരുത്, അവനെ കുഴിയിലെടുത്തിടാമെന്ന് പറയുവാനിടയായ. സ്തോത്രം. നോക്ക് ദൈവമക്കളെ, അവിടെ അവന് ജീവനെ തൊടാതിരിക്കുക. രൂപൻ എന്ന സഹോദരനിലെ ദൈവത്തിൻ്റെ ആത്മാപ്രവർത്തി സംസാരിച്ചതാണ് അവിടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ജോസഫ് എടുത്ത ദർശനം കൊടുത്തിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തുവാൻ തുടങ്ങിയിരിക്കുക, തുടക്കമിട്ടിരിക്കുക. തുടക്കം തന്നെ പൊട്ടക്കിണറാണ്, ആ കുഴിയാണ്. ആ കുഴി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ കിടക്കുന്ന ഒരു കുഴിയായിരിക്കാം.
ആമേ ഹല്ലേലൂയ അതിനകത്ത് എന്തെല്ലാം കാണുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. വേസ്റ്റുകളും അതുപോലെ പാമ്പും തേളും ഹല്ലേലൂയ കാടും നിറഞ്ഞിരിക്കുന്ന ഒരു കുഴിയായിരിക്കും, ഇരുണ്ട അവസ്ഥയായിരിക്കാം. ആ ജോസഫിനെ അതിലേക്കെടുത്ത് ഇടുവാൻ ഇടയായി. എന്നാൽ ജോസഫ് അതിനകത്ത് കിടന്ന് ദൈവത്തോട് പിറുപിറുത്തില്ല, മറുതലിച്ചില്ല. ജോസഫ് എന്താണ് ചെയ്തത്? ദൈവം കൊടുത്ത ദർശനത്തെ മാറോട് ചേർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ജോസഫിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേട്ടുന്ന പ്രിയരെ, ഒരു ദർശനം ദൈവമായ കർത്താവ് നിനക്ക് തന്നിട്ട് കഷ്ടതയാണ് അടിക്കടി കടന്നു വരുന്നതെങ്കിൽ ആ കഷ്ടതയെ നിന്റെ ജീവിതം എങ്ങനെയാണ്? ദൈവസന്നിധി നീ ഹല്ലേലൂയ നിന്റെ പാട്ടും പ്രാർത്ഥനയൊക്കെ നിർത്തിവെച്ച അവസ്ഥയാണോ? പിറുപിറുക്കുന്ന അവസ്ഥയാണോ? പഴയതുപോലെയുള്ള ആരാധനയൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലയോ? നീ നിന്നെ തന്നെ ശോധന ചെയ്യുക. നീ ആ കഷ്ടതയിൽ നീ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുക, ജോസഫിനെ പോലെ. അതാ ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് ഹല്ലേലൂയ ആ ദർശനത്തെ മുറുകെ പിടിക്കുകയാണ്. ഹല്ലേലൂയ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ അടിമ കച്ചവടക്കാർക്ക് അവർ വിൽക്കുന്നു. അങ്ങനെ പോത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ അവിടെ അതാ പ്രതികൂലത്തിൻ്റെ അവസ്ഥ ജോസഫിനെതിരെ കടന്നു വരികയാണ്. ഹല്ലേലൂയ അതായത് പോത്തിഫറിൻ്റെ ഭാര്യ മുഖേന ഹല്ലേലൂയ കാരാഗ്രഹത്തിലാകുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ഹല്ലേലൂയ ദൈവ ഭയത്തിൽ ജീവിച്ച ദൈവത്തോട് ചേർന്നിന ഭക്തനായ ജോസഫ് ആ പാപത്തെ വിട്ട് ഓടി. ഹല്ലേലൂയ ഒരു തെറ്റും ചെയ്യാത്ത ജോസഫ് കടന്നു ചെന്നത് കാരാഗ്രഹത്തിലാണ്. ഹല്ലേലൂയ ഇപ്പം കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം കൊടുത്ത ദർശനം ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫ് ഹല്ലേലൂയ അവിടെ കിടക്കുന്ന പാനപാത്രവാഹനും അപ്പക്കാരനും കണ്ട ദർശനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ദൈവമക്കളെ, പല സ്വപ്നങ്ങളും അവിടെ കാണുന്നു, അതിനുള്ള വ്യാഖ്യാനം കൂടെ ജോസഫാണ്. ഇതെല്ലാം എന്തുകൊണ്ട്? ദൈവം ജോസഫിനോട് കൂടി ഇരുന്നത് കൊണ്ട്, ജോസഫിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുകൊണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് ജോസഫിനോട് അരുളി ചെയ്തത്. അങ്ങനെ വ്യാഖ്യാനം പറയുന്നു. ഹല്ലേലൂയ അതിനുശേഷം അതാ ഫറവോനൊരു സ്വപ്നം കാണുന്നു. ഹല്ലേലൂയ അതിൻ്റെ വ്യാഖ്യാനിച്ചു പറയാൻ അവിടെ ആർക്കും സാധിക്കുന്നില്ല, ഒരു പ്രവാചകന്മാർക്കും കഴിയാതെ വന്നപ്പോൾ പാനപാത്രവാഹൻ ജോസഫിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ജോസഫ് കാരാഗ്രഹത്തിൽ പുറത്തു വരുന്നു. ജോസഫ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ അതിസന്തോഷവനായ ഫറവോൻ എന്ത് ചെയ്തു? അവനെ മേലാധികാരിയാക്കി മാറ്റുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ആ ക്ഷാമം വരുന്നു എന്നുള്ള സ്വപ്നം ഹല്ലേലൂയ ആ ക്ഷാമം ഹല്ലേലൂയ അതുകൊണ്ട് ആ സ്വപ്നം കാണിച്ചതുകൊണ്ട് അത് ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുവാനിടയായി. സ്തോത്ര. മക്കളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ജോസഫിനെ ആ ദർശനത്തിലേക്ക് കൊണ്ടുവരുന്ന അതാ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരാഗ്രഹം വരെ കടന്നു വന്നു. കാരാഗ്രഹത്തിൽ നിന്ന് വീണ്ടും മേലാധികാരി ആക്കി മാറ്റുകയാണ്. അവിടെ അതാ സമാപ്തിയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്ര. അതിനുശേഷം എല്ലായിടത്തും ക്ഷാമം കൊണ്ട് നിറഞ്ഞപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ അതാ കടന്നു വരുന്നു. ഹല്ലേലൂയ ധാന്യം വാങ്ങുവാൻ ജോസഫിൻ്റെ അടുക്കൽ കടന്നു വരുന്നു. ജോസഫിനെ വന്ന് നമസ്കരിക്കുന്നു. ഹല്ലേലൂയ ജോസഫിനെ അറിയാത്ത സഹോദരന്മാരെ അറിയുന്ന ജോസഫ് ഹല്ലേലൂയ അതാ അവിടെ സമാപ്തിയിലെത്തി. ഹല്ലേലൂയ സമാപ്തിയിലെത്തി. ഹല്ലേലൂയ ദർശന സഹോദരന്മാർ വന്ന് നമസ്കരിക്കുന്നു. ദർശനം അതായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ കറ്റ എന്നെ വന്ന് നമസ്കരിക്കുക, എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 11 നക്ഷത്രങ്ങൾ നമസ്കരിക്കും. നോക്ക്, അവർ വന്ന് നമസ്കരിക്കുന്ന അവിടെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കാതെ ദൈവമക്കളെ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനേക്കാൾ നോക്കിവിടെ സമയം തെറ്റിയില്ല. ദൈവമായ കർത്താവ് പറഞ്ഞ സമയത്ത് തന്നെ ആ ദർശനം അവിടെ സമാപ്തിയിലേക്ക് എത്തി. ഹല്ലേലൂയ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പലവിധ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ ഒരു ജോലി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്നെ ജോലിക്ക് വിളിക്കുവാൻ താമസിക്കുന്നു. ദൈവമായ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, ദർശനം തന്നിട്ടുണ്ട്, എങ്കിലും താമസം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ നീ ഭാരപ്പെടരുത്, നീ പിറുപിറുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം അതാ ഇവിടെ പറയുന്നത് സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക. സമയം തെറ്റുന്നതൊക്കെ മനുഷ്യർ എന്തെങ്കിലും പറഞ്ഞ് അതിന് സമയം തെറ്റും, അവർക്ക് വാക്കുകളും വാഗ്ദാനങ്ങളും മാറിപ്പോകും. സ്തോത്ര. എന്നാൽ കർത്താവായി ദൈവം ഒരു വാക്ക് പറഞ്ഞു ഉവ്വെന്ന് ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെന്നും വാക്ക് മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ ദൈവത്തിനൊരു
സമയമുണ്ട്. നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായി തന്നെ അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരുന്നാൽ അത് വളരെയധികം മഹത്വത്തിലേക്ക് എത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയും. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുന്നു, അത് വൈകിയാലും അതിനെ നീ കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഇപ്പോൾ ഹല്ലേലൂയ, അതാ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് അത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ യാക്കോബിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, യാക്കോബ് മകൻ്റെ വേർപാട് മരിച്ചുപോയെന്നോർത്തിരുന്ന് വളരെയധികം ഭാരപ്പെടുന്ന, മനസ്താപപ്പെടുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 40 ജോസഫ് പറയാം, നരയെ ഹല്ലേലൂയ, നരയെ ദുഃഖത്തോട് പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് ഓർത്ത് യാക്കോബ് ഹല്ലേലൂയ, അതാ വാർദ്ധക്യത്തിൽ ഹല്ലേലൂയ, ഞാൻ ദുഃഖത്തോടെ ഞാൻ മരിക്കണമല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന യാക്കോബിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്ന് 48 വരുമ്പോൾ യാക്കോബ് പറയാണ്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കണ്ട് സന്തോഷിപ്പാൻ ദൈവ സംഗതി വരുത്തിയിരിക്കുക. ദൈവമക്കളെ, ഇവിടെ യാക്കോബ് പറയുകയാണ്, നിന്റെ മുഖം കാണുമെന്ന്. നോക്ക്, ഹല്ലേലൂയ, ജോസഫിനെയും കണ്ട്, ജോസഫിൻ്റെ സന്തതിയെ കണ്ട് സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു യാക്കോബിനെ ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാലം വിശ്വാസ ജീവിതത്തിൽ മുരടിച്ച അവസ്ഥയാണോ? ഹല്ലേലൂയ, നിനക്ക് ശുശ്രൂഷ ഹല്ലേലൂയ ജോലിയോടുകൂടിയുള്ള ശുശ്രൂഷയായിരിക്കാം എങ്കിൽ ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്ന പൂർണ്ണമായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് കേൾക്കാൽ നീ കാത്തിരുന്ന് പ്രാപിച്ചുകൊള്ളുക. നീ കണ്ട് സന്തോഷിപ്പാൻ, കണ്ട് ആനന്ദിപ്പാൻ പോവാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ശത്രു എത്ര പ്രബലനായാലും ശത്രുവിനെ വെട്ടിമാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ നിന്നെ വെളിപ്പെടാൻ പോകുകയാണ്. നിന്നെ ഒരു വലിയ പ്രവാചകനാക്കുവാൻ ദൈവമാക്കർത്ത ആഗ്രഹിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കടന്നു വിശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്കിറങ്ങിയ ജീവിതമുണ്ട്. ഭവനത്തിനകത്തുനിന്ന് അനവധി കഷ്ടതകൾ പ്രാപിക്കുന്നവരുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന പ്രിയ സഹോദരി, ഞാൻ നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, ഈ നാളുകളിൽ നീ കർത്താവിന്റെ ദർശനത്തെ നീ മുറുകെ പിടിച്ചു. ജോസഫ് മുറുകെ പിടിച്ചതുപോലെ നീ മുറുകെ പിടിക്കുന്നു വേണ്ടി നിന്റെ വിശ്വാസത്തെ കടന്നു വരാത്ത കുഞ്ഞുങ്ങളായിട്ട് നിന്റെ ഭർത്താവായിട്ട് ഭാര്യയായിട്ട് അവരുമായി ഒന്നിച്ചൊരു ആരാധന, ഒന്നിച്ചൊരു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു കുടുംബജീവിത, സന്തോഷകരമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവായി ദൈവം ഈ ദിവസങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുകയാണ്. നീ ഭാരപ്പെടരുത്, പൂർണ്ണമായി ദൈവത്തെ വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നിനക്കെന്ന വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക. തലമുറകളിലായിരുന്നു ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കുക. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശക്തമായി നീ ജോസഫിനെ പോലെ നിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ദർശനം മുറുകെ പിടിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമായ കർത്താവ് ഈ വചനത്തെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. സ്തോത്രം.